മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 16. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. നിന്നോട് ഞാൻ പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറൂസലമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നും ശിഷ്യന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിയമത്തിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും അവസാനം വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. യേശു വീണ്ടും ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുമെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശ്വാസ വർഷത്തിലെ ദൈവശബ്ദം കൺവെൻഷനിൽ നാം എത്തിച്ചേർന്നിരിക്കുക. ദൈവത്തിന് ഈ 20ാമത്തെ ദൈവശബ്ദം കൺവെൻഷന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും പട്ടായത്തിനോട് ചേർന്ന് ഒന്ന് ദൈവത്തിന് പ്രേക്ഷിതോട് പറയാമോ? ഒന്നുകൂടി ഹല്ലേലൂയ, ഒന്നുകൂടി ഏറ്റവും ശക്തമായി. ആയിരത്തി 1994 മുതൽ ഈ ചന്ത എന്ന് പറയാവുന്ന, മാർക്കറ്റ് എന്ന് പറയാവുന്ന ഈ പ്രദേശത്തെ ദേവാലയമാക്കാൻ മീറ്റ് ജീസസ് ഫയർ ടീമിന്റെ നേതൃത്വത്തിൽ പരിശ്രമം തുടങ്ങി. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ദൈവാനുഗ്രഹം സമർത്ഥമായി വർഷിക്കപ്പെട്ടു. തൃശൂർ അതിരൂപതയുടെ ജൂബിലി വേളയിൽ പ്രത്യേകമായ വിധത്തില് നമ്മളിവിടെ കൺവെൻഷൻ നടത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി. പട്ടായച്ച് തന്നെ വന്നു നേതൃത്വത്തില്. ഇപ്പോൾ ഈ വിശ്വാസ വർഷ കൺവെൻഷനിലും സെക്യൂർ ടീമിന്റെ നേതൃത്വത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, മാർക്കറ്റ് ദൈവരാജ്യമാക്കാൻ, ദേവാലയമാക്കാൻ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കൃപ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ ടീമിന്, സെക്യൂർ ടീമിന്റെ നേതൃത്വത്തിൽ ഈ വിശ്വാസ വർഷ കൺവെൻഷൻ നമുക്ക് നടത്താൻ സാധിച്ചതിനെ ഓർത്ത് ദൈവത്തെ നിങ്ങൾ ക്രൈസ്തവരോട് പറഞ്ഞൊന്ന് മഹത്വപ്പെടുത്താമോ? ഒന്നുകൂടി.
എല്ലാ മഹിമയും ആരാധനയും മഹത്വവുമൊക്കെ 62-ാം സങ്കീർത്തനത്തിൽ ഇന്നത്തെ മുദ്രാവാക്യമായി പറയുന്ന പോലെ എന്താണ് പറഞ്ഞത്? എന്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്. അപ്പോൾ ഈ കൺവെൻഷനിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ മോചനവും വിടുതൽ കിട്ടല് നമുക്ക് ഈ കൺവെൻഷനിൽ എല്ലാ തരത്തിലുള്ള പാപത്തിന്റെ അന്ധകാരത്തിന്റെ തിന്മകളുടെ ശക്തികളിൽ നിന്ന് മോചനം ലഭിക്കും. അതേ സമയത്ത് സന്തോഷവും സമാധാനവും മഹിമയും ലഭിക്കുന്നതും ആരിലാണ്? മാർക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ യേശുവിന്റെ ആദ്യത്തെ പ്രസംഗം നടന്നു. ആ പ്രസംഗത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: സമയം സമാഗതമായി. എന്തു വേണം? ദൈവശബ്ദം ഉയർത്തുന്നത് എന്തിനു വേണ്ടിയാ? ദൈവശബ്ദം ഉയർത്തുന്നത് ദൈവരാജ്യമാകാൻ വേണ്ടിയാ. 2 നിബന്ധനകളാണ് പറഞ്ഞത്. ഒന്ന്, നമ്മുടെ തെറ്റുകളെക്കുറിച്ച്, പാപങ്ങളെക്കുറിച്ച്, കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് അനുദപിക്കുക. 2, ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുക. അങ്ങനെ വരുമ്പോൾ ദൈവരാജ്യമായി. ഈ കൺവെൻഷൻ വിജയിക്കണമെങ്കിൽ, നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ, മഹിമ ലഭിക്കണമെങ്കിൽ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കണം. ഒപ്പം സുവിശേഷത്തിൽ വിശ്വസിക്കുകയും വേണം. അതുതന്നെയാണ് 62-ാം സങ്കീർത്തനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ദൈവാശ്രയ ബോധത്തോടെ ഈ കൺവെൻഷനിൽ നാം വിഷയം പട്ടായിച്ചിന്റെ നേതൃത്വത്തില് വിഷയം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, വിശ്വാസ വർഷ കൺവെൻഷനാണ്. 2012 ഒക്ടോബർ മാസത്തിലാണ് ബെനഡിക്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്, വിശ്വാസ വർഷം പ്രഖ്യാപിച്ചത്. 2013 നവംബർ 24-ാം തീയതി ക്രിസ്തുരാജ തിരുനാൾ ദിവസം ഈ കൺവെൻഷൻ ഔദ്യോഗികമായിട്ട് സമാപിക്കുക. എന്നാൽ നമ്മുടെ രൂപതയില് അത് 1 വർഷം നീണ്ടു നിൽക്കുന്ന വിശ്വാസോത്സവം എന്ന പദ്ധതിയുമായി നമ്മൾ അതിരൂപത മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് വിശ്വാസ വർഷം നമ്മുടെ രൂപതയിൽ അവസാനിക്കുന്നില്ല. ഈ നവംബർ 24-ാം തീയതി ഞാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്, എല്ലാ വീടുകളിലും തിരി തെളിയിച്ച് വിശ്വാസ പ്രഖ്യാപനം നടത്താൻ, പള്ളികളിലും വീടുകളിലും അത് നടത്താനായിട്ടുള്ള ആഹ്വാനം KCBCയിൽ നിന്ന് അതിന്റെ അധ്യക്ഷയുടെ നിലയിൽ കേരളത്തിലെ എല്ലാ വീടുകൾക്കും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അന്ന് 24-ാം തീയതി ഞായറാഴ്ച വീട്ടിൽ തിരി കത്തിച്ചു വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുമല്ലോ അല്ലേ? അതുകൊണ്ട് ഇന്ന് ഈ കൺവെൻഷന്റെ ഉദ്ഘാടനത്തിന്റെ അവസരത്തില് ഞാൻ 2-3 ചോദ്യങ്ങൾ, അതിന്റെ ചോദ്യങ്ങളുടെ ഉത്തരത്തിന്റെ ചെറിയ സംക്ഷിപ്തമായ വിശദീകരണം നടത്താനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, എന്താണ് വിശ്വാസം? ഞാൻ ഈ അച്ഛന്മാരോട് ചോദിക്കണോണ്ട് വിരോധമില്ല. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കൺവെൻഷനും കേന്ദ്രങ്ങളിലൊക്കെ ഞങ്ങൾ തട്ടിപ്പിതാരുടെ നേതൃത്വത്തിൽ അന്വേഷണങ്ങൾ നടത്തുക. ഇടയ്ക്കിടയ്ക്ക് ഇന്ന് നമ്മൾ കൊളോസിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് കേട്ടത്. അവിടെ വെള്ളവസ്ത്രധാരി മാലാഖമാരുടെ വേഷം ധരിച്ച, പിന്നെന്താ വായിച്ച ചില പ്രവാചകന്മാരെ പോലെയുള്ളവര് കള്ള സുവിശേഷകന്മാര് വരുമെന്നൊക്കെ പറഞ്ഞു കേട്ടു. അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ കള്ള സുവിശേഷകന്മാര്, രാജപ്രവാചകന്മാര് എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ ഞങ്ങളൊരു കമ്മിറ്റി തന്നെ വെച്ചിരിക്കുക. അത് ധ്യാനകേന്ദ്രങ്ങളും അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സെക്യൂരിറ്റിയെ കുറിച്ചിട്ട് കംപ്ലൈന്റ് ഒന്നും കേട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ അപ്പം പിടിക്കും. അപ്പോ ഇന്ന് പൗലോസ്ലിഹ തന്നെ ഇന്ന് കേട്ട, ഇന്ന് സീറോ മലബാർ സഭ നൽകിയിട്ടുള്ള വായന തന്നെയാണ് കൊളോസ്യർക്കയുടെ ലേഖനത്തിൽ. അതിൽ പറഞ്ഞിട്ടുണ്ട്, മാലാഖമാരുടെ വേഷം ധരിക്കാൻ പിശാച്, വാക്ക് അത് തന്നെയാണ്, പിശാച് മാലാഖമാരുടെ അല്ലെങ്കിൽ വെള്ള വസ്ത്രധാരിയായി സുന്ദരന്മാരും സിദ്ധന്മാരുമായിട്ട് വരാൻ ഏറ്റവും എടുപ്പുള്ള ആള് ഈ അച്ഛന്മാരൊന്നല്ല, പിശാച. അപ്പോൾ അവിടെ ഈ പശ്ചാത്തലത്തിലാണ് വിശ്വാസം എന്താണ്
എന്ന് നിങ്ങളോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കും. ഈ അച്ഛന്മാരോട് ചോദിക്കുന്നുണ്ട് വിരോധമില്ല, ഇല്ലാതെ മതി കേട്ടോ. ബെനഡിക്ട് മാർപ്പാപ്പ ഈ വിശ്വാസ വർഷം പ്രഖ്യാപിക്കുന്നതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നു കഴിഞ്ഞപ്പോൾ അതിന് വലിയ ഉഷാറായി. കഴിഞ്ഞ 9-ാം തീയതി ഒക്ടോബർ 9-ാം തീയതി എനിക്ക് മാർപ്പാപ്പയെ കാണാനായിട്ടൊരു അവസരം ഉണ്ടായി. നിങ്ങൾ അത് ചിലപ്പോ കണ്ടില്ലേ, പത്രത്തിലൊന്നും കണ്ടില്ലേ? ഞാൻ തൃശ്ശൂർക്കാർ തന്ന അവിടെ മേയറടക്കം തന്ന ഒരു കുരിശും കൊണ്ടാ പോയെ. ചെറിയ കുരിശൊന്നും അല്ല കേട്ടോ, 4 കിലോയും തൂക്കമുള്ള കുരിശാ. അതില് നമ്മുടെ തൃശ്ശൂരത്തെ പ്രത്യേകതയൊക്കെ കൂട്ടിച്ചേർത്ത് കർത്താവിന്റെ രൂപവും ഇവിടുന്നുള്ള ഈ കുരുമുളക്, കരയാമ്പൂവ്, പിന്നെ ഏലക്ക, ചന്ദന, കറുവപ്പട്ട, അപ്പൊ സ്പൈസസ് ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ഞാൻ മാർപ്പാപ്പയോട് പറഞ്ഞു, മാർപ്പാപ്പ തോമസ് ലീഗ യേശുവിന്റെ വിശ്വാസം കൊണ്ട് കേരളത്തിലേക്ക് വന്നു. വരാനുള്ള കാരണം കപ്പലിലാണ് വന്നത്. കപ്പലില് പ്രത്യേകിച്ച് AD 47 വലിയൊരു കണ്ടുപിടുത്തമൊക്കെ നടത്തി. റൊസാലസ് ദ്വീപിൽ നിന്ന് ഇപ്പാലിസാണ് കണ്ടുപിടുത്തം നടത്തി. ഒരു മൺസൂൺ കാലാവസ്ഥയിൽ ഒരു കപ്പൽ ഇങ്ങോട്ട് വെച്ച് 40 ദിവസം കൊണ്ട് കേരളത്തിലേക്ക് വരും. അതുകൊണ്ട് മിക്കവാറും അങ്ങനെയുള്ളൊരു കപ്പലിലാണ് തോമസ് ലീഗ വന്നത്. 2 മാസം കഴിഞ്ഞ കപ്പൽ തിരിച്ചു പോകും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനെ ഒരു കപ്പലിൽ തോമസ് ലീഗ വന്നത് മറ്റുള്ളവര് ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ മേടിക്കാൻ വേണ്ടിയാണ്. പക്ഷെ തോമസ് ലീഗ വന്നത് ഈ സുവിശേഷം കൊണ്ട്. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്ക് ഞാനൊരു കുരിശും കൊണ്ട് മാർപ്പാപ്പയോടേക്ക് വന്നിരിക്കുക. മാർപ്പാപ്പക്ക് വലിയ ഇഷ്ടമായി. നിങ്ങൾ ആ പടം കണ്ടുല്ലോ അല്ലെ, കത്തോലിക്ക സഭ പത്രത്തിൽ കണ്ടുല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം കൂടി ചെയ്തു. ഞങ്ങൾ ഇന്ത്യക്കാര് പരിശുദ്ധ പിതാവ് ഞങ്ങൾ ബന്ധപ്പെട്ടവരെയൊക്കെ ബഹുമാനിക്കുക ഈ നല്ല പൊന്നാട അണിയിച്ചിട്ടാണ്. ഞാൻ എന്റെ കയ്യിൽ നല്ല ചോന്ന നല്ല ഒരു പൊന്നാട എന്റെ കയ്യിൽ, എനിക്കത് വെറുതെ കിട്ടിയതാണ്. അതുകൊണ്ട് കാശ് കൊടുത്ത് വെച്ചതല്ല, അതും കൊണ്ടുപോയി മാർപ്പാപ്പയ്ക്ക് അതാണ് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഏതാണ്ട് ഇറ്റാലിയൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആകെ കൊമ്പോസായി, ആകെ സന്തോഷം. പിന്നെ എന്റെ വട്ടയിലൊക്കെ കൊടുത്താൽ അപ്പോ മാർപ്പാപ്പ അപ്പൊ ഞാൻ പറഞ്ഞു, തൃശ്ശൂർക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അതിന് നിങ്ങളും പെട്ടുകേട്ടോ. തൃശ്ശൂർക്കാർക്ക് വേണ്ടി എന്റെ രൂപതയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പാപ്പ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, 1956 പിതാവിന്റെ മുൻഗാമി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൃശ്ശൂര് വന്നിട്ടുണ്ട്. ആ സ്ഥലത്താണ് കേട്ടോ നമ്മുടെ കൺവെൻഷൻ നടക്കണം. അപ്പോ സന്തോഷമായിട്ട് അത് കേട്ടു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ശക്തമായിട്ട് നവസുവിശേഷവൽക്കരണം എങ്ങനെ നടത്താം എന്നതിന് ശൈലി മാറ്റത്തിലൂടെ ശക്തമായ ഭാഷയിൽ നമ്മളോട് ഇന്ന് ലോകം മുഴുവനോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സത്ഫലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. യൂറോപ്പിൽ തന്നെ കുറെ പേര് ഇപ്പോൾ തിരികെ സഭയിലേക്ക് വന്നു തുടങ്ങി. ഈ മാർപ്പാപ്പയ്ക്ക് എന്ത് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അതിന്റെ ഫലങ്ങൾ, വിശ്വാസവർഷത്തിന്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങി. ചോദിച്ചോട്ടെ, എന്താ വിശ്വാസം? വിശ്വാസവർഷല്ലേ? അപ്പൊ ചില വിശ്വസിക്കുന്ന നമ്മളെ വിളിക്കുന്നത് എന്താ? വിശ്വാസികൾ അല്ലേ? വിശ്വാസികളല്ലേ? വിശ്വസിക്കാൻ ഒരു മനുഷ്യന് സാധിക്കില്ല. ഞാൻ ഈ യൂറോപ്പിലും പോയി, അത് കഴിഞ്ഞ് ഗൾഫിലും പോയിട്ട് ദോഹയിൽ പോയിട്ടാണ് തിരിച്ചു വന്നത്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു നേഴ്സിംഗ് പെൺകുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞ പ്രാർത്ഥികളും കേട്ടോ, പിതാവേ എനിക്കിങ്ങനെയുണ്ട്, എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ 10-15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോണതാ. അപ്പോ ഇങ്ങനെ എന്താണ് സ്ഥിതി? അപ്പോ പ്രയാസമാണ്, കണ്ടിട്ട് ചേട്ടനെ കണ്ടിട്ട് കുറെ നാളായി. അപ്പൊ ഇങ്ങനെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ, നിന്റെ കെട്ടിയോനെ നീ 10-15 ദിവസമല്ലേ കണ്ടുള്ളൂ, എങ്ങനെ പോണേ എന്താണെന്ന് നിനക്കറിയാം. ഞങ്ങൾ ഫോൺ വിളിക്കാനൊക്കെ ഉണ്ട്, അവിടെ തന്നെ കുഴപ്പമുണ്ടോ? ഞാനൊരു വെറുതെ രസത്തിന് ചോദിച്ചു. അവള് പറഞ്ഞിപ്പോ അവൾ പരസ്യത്തിൽ കാണുന്ന ഇപ്പൊ ഒരു പരസ്യം ഉണ്ടല്ലോ, ആ പരസ്യത്തിൽ കാണുമ്പോ പോലെ അവളും പറഞ്ഞു, എല്ലാം വിശ്വാസമല്ല അച്ഛാ, എല്ലാം വിശ്വാസമല്ലേ. അപ്പോൾ എല്ലാ കുടുംബ ജീവിതത്തിലും വിശ്വാസം ഇല്ലാതെ
ഒന്നും നടക്കില്ല. ഇപ്പൊ നിരീശ്വരവാദികളെന്ന് പറയുന്നവരും അവരുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തില് അവരുടെ രാഷ്ട്രീയ ജീവിതത്തില് എല്ലാം ചോദിച്ചാൽ പറയും, അവസാനം പറയും കുറച്ചൊക്കെ ഒരു വിശ്വാസമല്ലേ. എന്താ വിശ്വാസം? ബെനഡിക്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ചപ്പോൾ വിശ്വാസം അറിയാത്തവരെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വിശ്വാസം അറിയാത്ത എത്രയോ പേരുണ്ട്. നമ്മൾ 1.5% മാത്രം കത്തോലിക്കലുള്ള. യേശുവിനെ കുറിച്ച് അറിയാത്തവര് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷവും യേശുവിനെ അറിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ യേശുവിനെ ആഴത്തിലറിയാത്തവരാണ്. ആഴത്തിലറിയാത്തവര്. ഞാൻ ഈ അടുത്ത കാലത്ത് അച്ഛന്മാർക്ക് ഒരു കത്ത് എഴുതി, ഷാജനക്കും അയച്ചിട്ടുണ്ടാവും. ഞാനത് പരസ്യപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. 24 പേജ് അച്ഛന്മാരുടെ ധ്യാനത്തിന് ഞാനത് കൊടുത്തു. അതിൽ അച്ഛന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു. 12ഉം 15ഉം കൊല്ലം കാറ്റഗിസം പഠിച്ചിട്ട് ജോലി സ്ഥലത്ത് പോയി, IT മേഖലയിൽ പോയി, അല്ലെങ്കിൽ നഴ്സിംഗ് മേഖലയിൽ പോയി, മറ്റു സ്ഥലത്ത് പോയി, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ചെറുക്കനെ മറ്റു മതത്തിൽപ്പെട്ട ഒരുത്തിനെ കണ്ടപ്പോൾ അതിൽ ആകർഷിക്കപ്പെട്ട് എല്ലാ വിശ്വാസം ഉപേക്ഷിച്ച് അവന്റെ കൂടെ ഓടിപ്പോകുന്ന കണ്ടാൽ ചിലപ്പോൾ റാങ്ക് കിട്ടിയ വ്യക്തിയാ ഓടിപ്പോകുന്നത്. അങ്ങനെ ഓടിപ്പോകുന്ന വ്യക്തി, ഇങ്ങനെ ഓടിപ്പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ നമ്മൾ കാറ്റഗിസം പഠിപ്പിച്ചിട്ട് ആ കുട്ടി എന്തായി? ഒരു ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ, ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ വിശ്വാസം ത്യജിക്കാൻ, അല്ലെങ്കിൽ വേറെ കൂട്ടുകാരനെ കണ്ടപ്പോൾ കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച് ഓടിപ്പോകാൻ അവർക്ക് ധൈര്യം കിട്ടുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ടിട്ടുണ്ട്. വിശ്വാസമില്ലാത്ത തലമുറയെ ക്രിസ്തു ശപിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടില്ലേ? ഈ പിശാചുബാധിതനായ ഒരു മകനെയും കൊണ്ട് വന്ന് ശിഷ്യന്മാരുടെ അടുത്തുനിന്ന് ചോദിച്ചു ഈ മകനെ സുഖപ്പെടുത്താൻ. ശിഷ്യന്മാർക്ക് സാധിച്ചില്ല. കർത്താവ് അവനെ വിളിച്ച് സുഖപ്പെടുത്തിയിട്ട് ശിഷ്യന്മാരൊക്കെ ചോദിച്ചു, കർത്താവ് ഞങ്ങൾക്ക് എന്താ അതിനെ സുഖപ്പെടുത്താൻ പറ്റാതെ പോയേ? അപ്പൊ യേശു പറഞ്ഞ വാക്കെന്താ? വിശ്വാസമില്ലാത്ത തലവൻ. ഈ 3 വർഷം കർത്താവിന്റെ കൂടെ ശിഷ്യന്മാർ നടന്നിട്ടും അവർക്ക് ബോധ്യം വേണ്ട തരത്തിൽ കിട്ടിയില്ല. യേശു തന്റെ പഠനങ്ങൾ മുഴുവൻ നടത്തിയിട്ട് ജെറൂസലേമിലേക്കുള്ള യാത്രാവേളയിൽ ശിഷ്യന്മാരോട് 3 പ്രാവശ്യം മുൻകൂട്ടി പറഞ്ഞു, എനിക്ക് ജെറൂസലത്ത് പോകണം, പീഡകൾ സഹിക്കണം, മരിക്കണം, അവസാനം ഉത്ഥാനം ചെയ്യണം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പീഡകൾ സഹിക്കുന്ന വാക്ക് കേട്ട ഉടനെ പത്രോസ് പറഞ്ഞെന്താ? നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പൊ യേശു പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ സഹനത്തെ കുറിച്ച് കേട്ട ഉടനെ പത്രോസ് തടസ്സം പറയാൻ പറഞ്ഞ പോയ ആ പത്രോസിനെ വിളിച്ച പേരെന്താ? അപ്പൊ പത്രോസിന്റെ വിശ്വാസത്തിലും ഇളക്കമുണ്ടായി. നമ്മളെ പോലെ തന്നെയാണ്. ഈ വിശ്വാസത്തിൽ ആഴപ്പെടലാണ് ഈ കൺവെൻഷന്റെയും ലക്ഷ്യം. ഈ കൺവെൻഷന്റെ ലക്ഷ്യം നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടലാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ തെറ്റായി യേശുവിനെ സഭയെ അറിഞ്ഞ ഒരുപാട് പേരുണ്ട്. അറിയാത്തവരുണ്ട്, ആഴത്തിൽ അറിയാത്തവരുണ്ട്. തെറ്റായി അറിഞ്ഞവര് വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുന്നു. അവർക്കാണ് പിശാചിന്റെ രൂപത്തില്, പിശാച് മാലാഖമാരുടെ രൂപത്തിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നത്. 2 കൺവെൻഷൻ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ പിന്നെ ദൈവവചനം എല്ലാവരും ദൈവവചനം പ്രസംഗിക്കണം. പക്ഷെ അവർക്ക് തോന്നിയതുപോലെ പ്രസംഗിച്ച് ഇങ്ങനെ സെക്റ്റുകളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ പശ്ചാത്തലത്തിലാണ് വിശ്വാസ വർഷത്തിൽ പ്രാധാന്യമുള്ളത്. അതിന്റെ അപ്പുറത്ത് യേശുവിനെ, സഭയെ ഉപേക്ഷിച്ചവർ ധാരാളം. യൂറോപ്പിൽ യേശുവിനെ ഉപേക്ഷിച്ചവരുടെ എണ്ണം കൂടിയത് കണ്ട് യൂറോപ്പ് അക്രൈസ്തവമായി തീരുന്നത് കണ്ടുള്ള വേദനയിൽ നിന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പ വിശ്വാസ വർഷം പ്രഖ്യാപിച്ചത്. ആധുനിക സാഹചര്യങ്ങളിൽ യേശുവിനെ അവതരിപ്പിക്കാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിലാണ് വിശ്വാസ വർഷം പ്രഖ്യാപിച്ചത്. ഏറ്റവും ആധുനികമായ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 27-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ മതബോധന
അധ്യാപകർക്ക് നൽകിയ സന്ദേശമാണ് നമ്മൾ കഴിഞ്ഞ മതാധ്യാപന ദിനത്തില് ഞാൻ അധ്യാപകരോട് പറഞ്ഞത്. നിങ്ങളിൽ കുറച്ചു പേര് അത് വന്ന് കണ്ടിരിക്കും. മതാധ്യാപകരോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ ഈ വിശ്വാസ വർഷത്തിൽ നവമായി ക്രിസ്തുവിൽ നവീകരിക്കപ്പെടണം. 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, നവമായി നവീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് സമീപസ്ഥരായിരിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥനാ ബന്ധത്തിൽ നിങ്ങൾ ക്രിസ്തുവിനോട് സമീപസ്ഥരായിരിക്കണം. രണ്ടാമത് പറഞ്ഞു, ക്രിസ്തുവിനോട് സമീപസ്ഥരായിരിക്കുന്നവൻ അവരനോട്, അയൽക്കാരനോട്, മറ്റുള്ളവരോട്, പാവപ്പെട്ടവരോട് സമീപസ്ഥരായിരിക്കണം. മൂന്നാമത് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ഭയപ്പെടും. യോഹന്നാന്റെ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായത്തില് 1-ാമത്തെ വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകൾ എന്താണ്? നിങ്ങൾ ഭയപ്പെടേണ്ട. അപ്പോൾ ഭയപ്പെടരുത്. എന്തിന് ഭയപ്പെടരുത്? ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, നിങ്ങൾ ഈ അതിർത്തികളിലേക്ക്, ഫ്രോണ്ടിയേഴ്സ് മാർപ്പാപ്പയുണ്ട്, അതിർത്തികൾ, ഈ കാലഘട്ടത്തിന്റെ അതിർത്തികളിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾ ആകുലപ്പെടരുത്, ഭയപ്പെടരുത്. നിങ്ങൾക്ക് ഏത് അറ്റം വരെയും പോകാൻ, അതിർത്തികളിൽ വരെ പോകാൻ ഭയപ്പെടരുത്. അതിർത്തി എന്ന് പറയുന്നത് എന്താണ്? നിരീശ്വരവാദം സഭയുടെ അതിർത്തിയാണ്. ശാസ്ത്ര സാങ്കേതിക മാധ്യമങ്ങൾ അതിർത്തിയാണ്. യേശുവിനെ കുറ്റപ്പെടുത്തുന്നവരുടെ കൂട്ടം അതിർത്തിയാണ്. ഈ മാർക്കറ്റിലെ ചന്തയിലെ വിശേഷങ്ങൾ അതിർത്തികളാണ്. നമ്മളൊക്കെ സുരക്ഷിതമായി ഒരു സ്ഥലത്തു നിന്നും പോകാതെ പേടിച്ച് എന്റെ സ്വന്തം കൂട്ടായ്മയിൽ, എന്റെ കൂട്ടായ്മയിൽ ഞാനൊന്നും പേടിച്ച് എന്റെ വീട്ടിൽ മാത്രം ഇരിക്കുന്നവരോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയണേ, ഇറങ്ങ്, പുറത്തേക്ക് പോ, ചന്തയിലേക്ക് പോ, നിരീശ്വരവാദികളുടെ ഇടയിലേക്ക് പോ, യേശുവിനെ തെറ്റായി അറിഞ്ഞ ശക്തികളിലേക്ക് പോ, നിങ്ങൾ എല്ലായിടത്തും ചെന്ന് സത്യത്തെ ധൈര്യമായിട്ട് പറയാൻ ഭയപ്പെടരുത്. ഇവിടെയാണ് വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നത്, എന്താണ് വിശ്വാസം? എന്താ വിശ്വാസം? ബെനഡിക്ട് മാർപ്പാപ്പ എന്താണ് വിശ്വാസം എന്ന് സാംശയ ലേശമെന്നെ ജനത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കാർഡിനൽ റാറ്റ്സിംഗറായിരുന്നപ്പോൾ കത്തോലിക്ക സഭയുടെ സാർവത്രിക മതബോധനം പുറത്തിറക്കി. വാസ്തവത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണത് പ്രസിദ്ധീകരിച്ചതെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായത് അന്നത്തെ കാർഡിനൽ റാറ്റ്സിംഗർ, പിന്നീട് ബെനഡിക്ട് മാർപ്പാപ്പയാണ്. അപ്പസ്തല പ്രവർത്തനങ്ങളുടെ 15-ാമത്തെ അധ്യായത്തില് നമ്മളൊരു കൗൺസിലിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, ഇല്ലേ? ഏത് കൗൺസിലാ? ഏത് കൗൺസിലാ? ജെറൂസലേം കൗൺസില്. അവിടെ വഴക്കുണ്ടായി. 2 ഗ്രൂപ്പുകാർ തമ്മില്. നമ്മുടെ പള്ളികളിലൊക്കെ വഴക്കുണ്ടോ? നിങ്ങൾ വഴക്കുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ കേട്ടത്. അവരടുത്തേക്ക് വരുന്നത് മുഴുവൻ വീട്ടിലെ വഴക്ക്, പള്ളിയിലെ വഴക്ക്, പിന്നെ സമുദായത്തിലത്തെ വഴക്ക്, കുടുംബ കൂട്ടായ്മത്തെ വഴക്ക്, കൺവെൻഷൻ കേന്ദ്രത്തിലെ വഴക്ക്, പിന്നെ കരിസ്മാറ്റിക്കാരുടെ ഇടയിലും വഴക്കുണ്ടെന്ന്. എല്ലാവരുടെ ഇടയിലും വഴക്ക്. അപ്പൊ സഭയുടെ ആരംഭം മുതൽ തുടങ്ങിയിട്ടുള്ള കാര്യം എന്താണ്? ക്രിസ്ത്യാനി ആവണമെങ്കിൽ യഹൂദനാകണം, ഛേദനാചാര കർമ്മം നടത്തണം എന്ന് യഹൂദ ക്രിസ്ത്യാനികൾ. പത്രോസിനോട് യാക്കോബിനൊക്കെ കുറച്ച് അതിനോട് ചായ്വുണ്ടായിരുന്നതാണ് നമ്മൾ ബൈബിള് വ്യാഖ്യാനിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത്. പൗലോസ്ലീഹ പറഞ്ഞെന്താ? ക്രിസ്ത്യാനി ആവണമെങ്കിൽ വിശ്വാസമാണ് പ്രധാനം, യേശുവിൽ വിശ്വസിക്കലാണ്. അവസാനം പത്രോസിന്റെ നേതൃത്വത്തിൽ അപ്പസ്തലന്മാർ ഒരുമിച്ച് കൂടി പ്രഖ്യാപിച്ചു, ദൈവത്തിന് ദർശനമുണ്ടായി, വിശ്വാസത്തിലാണ് പ്രാധാന്യം. അവിടെ തീരുമാനമായി. ഇതുപോലെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർ പത്രോസിന്റെ പിൻഗാമിയുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടി സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത് സ്വീകരിക്കുന്നവനാണ് വിശ്വാസി. ആരാ വിശ്വാസി? ദൈവത്തിന്റെ വചനത്തെ ദൈവം പഠിപ്പിക്കുന്ന രീതിയിൽ, ദൈവം അതിന് കൊടുത്ത ഘടനയുടെ രീതിയിൽ വിശ്വസിക്കുന്നവനാണ് വിശ്വാസം. എന്താണ് വിശ്വാസം? അതിന് സാർവത്രിക സഭയുടെ മതബോധനത്തിന്റെ 142 മുതൽ 154 വരെയുള്ള ഖണ്ഡികയിലുള്ളത് വിശ്വാസം എന്നതിനെ കുറിച്ചുള്ള നിർവചനമാണ്. എന്താണ്? ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത്
നൽകുന്ന മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. 142 സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരം. എബ്രായർക്ക് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, പൗലോസ് 1-ാം വാക്യത്തിൽ എബ്രായ ലേഖനകർത്താവ് കാലാകാലങ്ങളിൽ ദൈവം പലതരത്തിൽ പല വിധത്തിൽ വെളിപ്പെടുത്തി. ഈ ദൈവത്തിന്റെ വെളിപ്പെടുത്തലുള്ള എല്ലാ മതത്തിലും കാലഘട്ടത്തിലും ജാതിയിൽ എല്ലായിടത്തും വെളിപ്പെടുത്തലുണ്ട്. എന്നാൽ അതിന്റെ സമയം പൂർണ്ണമായപ്പോൾ അതിന്റെ പൂർണ്ണതയിൽ ഈ അവസാന കാലത്ത് എങ്ങനെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞേ? എങ്ങനെയാ? അവസാന കാലത്ത് തന്റെ ഏകപുത്രനിലൂടെ വെളിപ്പെടുത്തി. ആ ദൈവത്തിന്റെ വെളിപാട്, ആ വെളിപാട് സ്വീകരിക്കുന്നവൻ പ്രത്യുത്തരം ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ള വിശ്വാസം. അത് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ ദാനമാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്, പരിശുദ്ധാത്മയുടെ അത് മനുഷ്യന്റെ സ്വീകരണമാണ്, പ്രവൃത്തിയാണ്. അത് എബ്രായ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താ? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യവുമാണ് വിശ്വാസം. അങ്ങനെ വിശ്വാസത്തെ കുറിച്ച് നിർവചിക്കുമ്പോൾ ചുരുക്കത്തിൽ യേശുവിലാണ് വിശ്വാസം, ദൈവത്തിന്റെ വെളിപാട് പൂർണ്ണമാകുന്നത്. ആ യേശു പറഞ്ഞത്, യേശു ചെയ്തത്, യേശുവിനെ കുറിച്ച് പറഞ്ഞത്, അത് യേശുവിന്റെ തുടർച്ചയായിട്ടുള്ള സഭയിലൂടെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നത്, അതാണ് ശരിയായ വിശ്വാസം. ഞാൻ 9-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാതായി പറഞ്ഞില്ലേ? അതില് അന്ന് യേശു ഇപ്പോ ഇങ്ങനെ വിശ്വാസ പ്രമാണത്തിലെ ഓരോ സെന്റൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതില് അന്ന് ഞാൻ ചേർന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിച്ച കാര്യം ദി ചർച്ച് ഈസ് കാത്തലിക് എന്നുള്ള ആ ഒരു വാക്ക്, കാത്തലിക് കാതോലികമാണ് എന്നുള്ള വാക്ക് എടുത്തിട്ടാണ് മാർപ്പാപ്പ പറഞ്ഞത്. അതിനെ വിശദീകരിച്ചു പോവുകയായിരുന്നു. കാതോലികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിഫോമിറ്റി അല്ല, ഐക്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഒന്നല്ല. ഒരു പുഷ്പത്തിൽ മാർപ്പാപ്പ തന്നെ വിശദീകരിക്കുകയായിരുന്നു. ഒരു മാലയില് പലതരം പുഷ്പങ്ങളുള്ള പോലെ കത്തോലിക്ക സഭയിൽ പല റീത്തുകൾ, പല കൾച്ചറുകൾ, പല ആചാരങ്ങൾ, ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരേ ഒരു വിശ്വാസം മാത്രമേയുള്ളൂ. ഇതാണ് കാത്തലിക്. പല റീത്തുകളുണ്ട്, പല ആചാരങ്ങളുണ്ട്, പക്ഷെ വിശ്വാസം ഒന്ന് മാത്രം എന്ന് പറഞ്ഞിട്ട് ഇതാണ് വിശ്വാസം. ബൈബിളില് ഒരു വ്യക്തിയെ ഭാഗ്യവതി എന്ന് വിളിച്ചിട്ടുണ്ട്. ആരാ വ്യക്തി? പരിശുദ്ധം. ആ ഭാഗ്യവതി എന്ന് നന്മ നിറഞ്ഞവളെന്ന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു. ഭാഗ്യവതി എന്ന് ആരാ? ഏലീശോമ പറഞ്ഞു. അവൾ ഭാഗ്യവതിയായത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? വിശ്വസിച്ചതുകൊണ്ട്. എന്താണ് വിശ്വസിച്ചത്? എന്താണ് വിശ്വസിച്ചത്? അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ സ്വീകരിക്കുക, പ്രത്യുദ്ധരിക്കുക. ഇതാണ് ഏലീശോമ പറഞ്ഞിട്ടുള്ള ആ ഡെഫിനിഷൻ തന്നെയാണ് ഏറ്റവും നല്ല ഡെഫിനിഷൻ. യോഹന്നാന്റെ സുവിശേഷത്തിലെ 17-ാമത്തെ അധ്യായത്തില് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, തന്റെ ഏകപുത്രനായ തന്റെ ദൈവത്തിലും പിതാവായ ദൈവത്തിലും തന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അങ്ങനെയാണെങ്കിൽ ഇതാണ് ശരിയായി. ഈ അറിയുക, ദൈവത്തെ അറിയുക, ദൈവം പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുക, ഇതാണ് നിത്യജീവൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് വിശ്വാസം എന്ന് ശരിയായി മനസ്സിലാക്കിയാൽ എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നത്. എന്താണ് വിശ്വസിക്കേണ്ടത്? കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ, അതാണ് വിശ്വസിക്കേണ്ടത്. അങ്ങനെ എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുക. ഈ വിശ്വാസ വർഷത്തിൽ സഭയോട് പഠിക്കാനായി ബെനഡിക്ട് മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും ആഹ്വാനം ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും അതില്
4 കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ 4 അല്ലെങ്കിൽ 5 എന്ന് വേണമെങ്കിൽ പറയാം. പഠിക്കാനും പഠിപ്പിക്കാനായിട്ട് ഞാൻ നിങ്ങളൊന്ന് പഠിപ്പിച്ചോട്ടെ. 1, രണ്ടാം വത്തിക്കാൻ സൂനദോസിന്റെ 50-ാം വർഷം പ്രമാണിച്ചാണ് വിശ്വാസ വർഷം പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് വത്തിക്കാൻ സൂനദോസിന്റെ പ്രമാണ രേഖകൾ അത് വട്ടായിച്ചൻ ഇടയ്ക്കൊക്കെ ഓരോ വാക്കുകൾ പറയുന്നില്ലേ? പറയുന്നു, സമ്മതിച്ചു. അത് പറഞ്ഞില്ലെങ്കിൽ ഈ കൺവെൻഷൻ ശരിയല്ല. 50-ാം വർഷം വിശ്വാസ വർഷ കൺവെൻഷൻ ആണെങ്കിൽ അത് വേണം. രണ്ടാമത്, ഇതിന്റെ എല്ലാ പഠനങ്ങളും അത് സഭയുടെ ഔദ്യോഗിക പഠനമായ കത്തോലിക്ക സഭയുടെ സാർവത്രിക മതബോധനം, അതിന് ഇംഗ്ലീഷില് കാറ്റഗിസമാണ് കാത്തലിക് ചർച്ച്, CCC കേട്ടണ്ട. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൺവെൻഷൻ കേട്ടപ്പോ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. വട്ടായിച്ചൻ ഈ ബൈബിൾ പിടിക്കണമാതിരി CCC എത്തി പിടിക്കണം കണ്ടു. ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിയില്ല, എപ്പോഴും പ്രധാനമല്ല ഇതിങ്ങനെ CCC. അതാണ് അടിസ്ഥാന പ്രമാണം. ഞാൻ ഇവിടെ തൃശ്ശൂരാരിയായ ഒരു പെൺകുട്ടി കത്തോലിക്ക സഭ ഉപേക്ഷിച്ച് വേറെ സ്ഥലത്തേക്ക് പോയപ്പോ അത് ഈ പൂർവിക ശാപവും പിന്നെ മരിച്ചാലുള്ള തന്നെ സ്വർഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മോളെ നീ കത്തോലിക്കാണ്. കത്തോലിക്ക തന്നെയാണ്. കത്തോലിക്ക സഭയുടെ പഠനം നിനക്ക് ഈ അപ്പസ്തോല പ്രവർത്തനം 15-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പലതരത്തിൽ അഭിപ്രായം ഉണ്ടായപ്പോൾ മാർപ്പാപ്പ ആദ്യത്തെ മാർപ്പാപ്പ പ്രഖ്യാപിച്ചതാണ് സഭയുടെ പഠനം എന്ന് എനിക്ക് വിശ്വസിക്കുന്നുണ്ട്. CCC എഴുതിയിരുന്നു വായിച്ചേ. അതല്ല, അതൊന്നല്ല ഞങ്ങളുടെ ഇന്ന ബ്രദർ പറഞ്ഞത് ഇതുപോലെ, അതാണ് ശരിയായ പഠനം. ആര് പറഞ്ഞതാ പഠിക്കട്ടെ? നമ്മുടെ ബ്രദർമാരൊന്നും വിഷമിച്ചേ കേട്ടാ. അവര് പാവങ്ങളല്ലേ, അവര് പാവങ്ങളാണ്. ഈ ബ്രദർ പറഞ്ഞതാണ്, മാർപ്പാപ്പ പറഞ്ഞതല്ല, സഭയുടെ ഔദ്യോഗിക പഠനമല്ല. ഇതാണ് ദൈവവിശ്വാസം. പിന്നെ അത് തലയിൽ കയറി തലക്കടിച്ചിട്ട് ടെമ്പറന്മാരിൽ ചിലർ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോ അവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞ ഒറ്റ വാക്ക് അവർ ശ്രദ്ധിച്ചിട്ടില്ല. ആ ബ്രദർ പറഞ്ഞത് മാത്രം തലക്കടിച്ചിരിക്കുക, വേറൊരു വാക്കില്ല. നിങ്ങളൊന്നും ശരിയല്ല, അതൊന്നും ശരിയല്ല. അപ്പോൾ അപ്പോ ഒന്ന് പഠിക്കേണ്ടത് രണ്ടാമത്തെ സൂര്യദോഷം, രണ്ടാമത്തത് കത്തോലിക്ക സാർവത്രിക മതബോധനം. യുവജനങ്ങൾ നോക്കിയിട്ട് യുവാക്കൾക്ക് വേണ്ടി ധന്യക്ക് മാർപ്പാപ്പ പുറപ്പെടുവിച്ചിട്ടുള്ള കത്തോലിക്ക സഭയുടെ മതബോധനത്തിന്റെ സംക്ഷിപ്ത രൂപമാണ് യൂത്ത് കാറ്റഗിസം. നാലാമത്തേതാണ് അത് പഠിക്കാൻ വേണ്ടി വായിക്കാൻ വേണ്ടി ഇതിന്റെ ഉദ്ഘാടന വേളയിൽ ധന്യക്ക് മാർപ്പാപ്പ പുറത്തിറങ്ങിയ ലൂമൻ പോർട്ടഫിലെ വിശ്വാസത്തിന്റെ കവാടം എന്നുള്ള ആ അപ്പസ്തോലിക പ്രബോധനം. അത് ഈ വർഷത്തിൽ പോർട്ടഫിലെ വിശ്വാസത്തിന്റെ കവാടം. അഞ്ചാമത്തേതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തിറക്കിയ അതിമനോഹരമായ 2 മാർപ്പാപ്പമാര് കൂടിയിട്ടാണ് കേട്ടോ. 2 മാർപ്പാപ്പയാണ് ഒക്കെ എഴുതി വെച്ചത്. മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ അത് തന്റെ ശൈലിക്ക് കുറച്ച് മാറ്റിയിട്ടുള്ളൂ. വിശ്വാസ വെളിച്ചം, വിശ്വാസത്തിന്റെ വെളിച്ചം എന്ന് പറയുന്ന ശാസ്ത്രീയ ലേഖനം. ഇതിന്റെ വെളിച്ചത്തിന് ചോദിക്കുകയാണ്, എന്താ വിശ്വസിക്കേണ്ടത്? വിശ്വസിക്കേണ്ടത് എന്താ? എലിസബത്ത് പറഞ്ഞു കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ. എന്താ വിശ്വസിക്കണ്ടേ? എന്താ വിശ്വസിക്കേണ്ടതെന്നുള്ള പഠനങ്ങളും ഉണ്ടാവുമോ? പ്രധാനമായിട്ടും അത് പരാമർശിക്കപ്പെടും. എന്താ വിശ്വസിക്കേണ്ടതെന്നുള്ളത്. എന്താ വിശ്വസിക്കണ്ടേ? നമ്മളെല്ലാ ദിവസവും പരസ്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. 12 കാര്യങ്ങളാണ് വിശ്വസിക്കേണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കണല്ലേ. 12 കാര്യങ്ങളാണ്. അത് ഏതിനാ വരുന്നതെന്ന് അറിയാമോ? എല്ലാവരും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലായതുകൊണ്ട് എല്ലാവരും വിളിക്ക് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക, നിങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുകൊണ്ട് ഒന്ന് ഓർക്കണം. 3 പ്രാവശ്യം കൈ ഉയർത്തിയിട്ട് തന്നെ ഞാൻ പരിശ്രമിക്കുക. കേൾക്കട്ടെ. ഒന്നാമത് 2 കേട്ടാ? നിങ്ങള് കേട്ടില്ല? എന്നാ പ്രൈസറാകട്ടെ. ചിലര് അല്ലെ പ്രൈസറായി നമുക്ക് 6 ആയി. അപ്പൊ ഒന്നുകൂടി പ്രൈസറാവട്ടെ. ഒന്നുകൂടി 1, 2, മൂന്നാമത് എന്തിനാ മഹത്വപ്പെടുത്തിയത്? അപ്പോൾ
വിശ്വാസ പ്രമാണത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന 12 സത്യങ്ങളാണ് നമ്മൾ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച്, മനുഷ്യനായ അവതീർണനായ ദൈവപുത്രനായ യേശുവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച്, കന്യാമറിയത്തിൽ നിന്നുള്ള ജനനത്തെക്കുറിച്ച്, പന്തിയോസ് പീലാത്തോസിന്റെ പീഡകൾ സഹിച്ചതിനെക്കുറിച്ച്, മരിച്ചതിനെക്കുറിച്ച്, കബറടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്തതിനെക്കുറിച്ച്, സ്വർഗാരോഹണത്തെക്കുറിച്ച്, കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, പരിശുദ്ധ കത്തോലിക്കാ സഭയെക്കുറിച്ച്, പുണ്യവാന്മാരുടെ ഒരുപാടിനെയും പാപമോചനത്തെയും കുറിച്ച്, ശരീരത്തിന്റെ ഉയർപ്പിനെ കുറിച്ച്, അവസാനം നിത്യജീവനെ കുറിച്ച്. ഇതാണ് 12 കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ അവസാന ഭാഗത്തേക്ക് കടക്കുക. എങ്ങനെയാ വിശ്വസിക്കണ്ടേ? എന്താണ് വിശ്വാസം? വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ 2-ാം വാക്യം ഫ്രാൻസിസ് മാപ്പ വളരെ മനോഹരമായി വിശ്വാസ വെളിച്ചത്തില് സൂചിപ്പിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തില് അത് ഫ്രാൻസിസ് മാപ്പ പല പ്രാവശ്യം ഉദ്ധരിക്കുന്ന ഒരു വാചകമാണ്. എന്താണെന്നറിയാമോ? എങ്ങനെയാ വിശ്വസിക്കേണ്ടത്? യേശു ക്രിസ്തുവിൽ, കോട്ടയ പന്തയത്തെ കുറിച്ചാണ്, യേശു ക്രിസ്തുവിൽ നോട്ടമുറപ്പിച്ചു വേണം നമ്മുടെ ജീവിത തോണി തുഴയാൻ, ജീവിതത്തിന്റെ ഓട്ടം നടത്താൻ, ജീവിതം നടത്താൻ. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തില് യേശു പറഞ്ഞു, യേശു എപ്പോഴും പറഞ്ഞത് എനിക്ക് ജെറൂസലത്ത് പോകണം, അതൊരു ലക്ഷ്യമായിരുന്നു. മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം എന്തിനു വേണ്ടിയാണ്? ഞാൻ എന്നോടൊപ്പം നിങ്ങളും ആയിരിക്കേണ്ടതിനാണ് ഞാൻ എവിടേക്കാ എത്തേണ്ടത്. അത് കഴിഞ്ഞ് സംശയം തോന്നിയ തോമാസ്ലിയാർ ചോദിച്ചു, ഉത്തരമായിട്ട് പറഞ്ഞു, എവിടേക്കാ ഞാൻ എത്തേണ്ടത്? പിതാവിന്റെ ഭവനത്തിൽ. അതുകൊണ്ട് ലക്ഷ്യം പിതാവിന്റെ ഭവനമാണെങ്കിൽ, മാർഗം യേശു ക്രിസ്തുവാണെങ്കിൽ, ഈ യേശു ക്രിസ്തുവിനെ നോട്ടമുറപ്പിച്ചിട്ട് വേണം നമ്മൾ വിശ്വസിക്കാൻ. 4 കാര്യങ്ങളിലൂടെയാണ് യേശുവിനെ വിശ്വസിക്കേണ്ടത്. ഒന്ന്, ഈ വിശ്വാസം എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരം അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ 2-ാമത്തെ അധ്യായം 42-ാം വാക്യം നമ്മൾ വളരെ സുപരിചിതമാണ്. അതെങ്ങനെയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെയെന്ന ചോദ്യത്തിന് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങളിലൂടെയാണ് വിശ്വസിക്കേണ്ടത്. അത് കർത്താവിന്റെ പഠനമാണ്. യേശു പറഞ്ഞത്, യേശു ചെയ്തത്, യേശുവിനെ കുറിച്ച് പറഞ്ഞത്, ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകത്തെ വിളിക്കുന്ന പേര് ഏതാ? അപ്പോൾ ദൈവവചന അധിഷ്ഠിതമായി യോഹന്നാൻ സുവിശേഷത്തിൽ 8:31-32 പറയുന്നുണ്ട്, എന്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ എന്റെ ശിഷ്യരായി തീരും, അതുവഴി സത്യം കഴിക്കും, സത്യം നിങ്ങൾ സ്വതന്ത്രരാക്കും, രക്ഷ നേടും. അപ്പോൾ ഒന്നാമതായിട്ട് വചനാധിഷ്ഠിതമായിട്ട് വേണം വിശ്വാസം പ്രകടിപ്പിക്കാൻ. അതാണ് ഈ കൺവെൻഷന്റെ ലക്ഷ്യം. രണ്ടാമതായിട്ട് വിശ്വാസം ജീവിക്കേണ്ടത്, യേശു ആ വിശ്വാസം ജീവിക്കാനാണ് കൂദാശകൾ നൽകിയിട്ടുള്ളത്. എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് ചോദ്യത്തിന് ഉത്തരമാണ് ഈ കൂദാശകളുടെ പരികർമ്മം. അതിന് ഏറ്റവും മനോഹരമായിട്ടുള്ളതാണ് പരിശുദ്ധ കുർബാന. ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ഞാൻ നൽകുന്ന ഈ അപ്പം എന്റെ ശരീരമാണ്, ഞാൻ നൽകുന്ന ഈ പാനീയം എന്റെ. അപ്പോൾ യേശുവിനെ കണ്ടെത്താനുള്ള രണ്ടാമത്തെ മാർഗം കൂദാശകളാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പരിശുദ്ധ കുർബാന. ഈ കുർബാനയിൽ യേശുവിനെ കണ്ടെത്തുക, വിശ്വസിക്കേണ്ട രീതി ഈ കുർബാനയിലൂടെയാണ്. മൂന്നാമതായിട്ട് യേശുവിൽ വിശ്വസിക്കേണ്ട രീതി കൂട്ടായ്മയാണ്, സഭയാണ്. നമ്മളൊരു സമൂഹം 2-3 പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെയാണ്. ഇന്ന് നാം കേട്ട സുവിശേഷത്തില് പത്രോസ്ലീഹ വിശ്വാസം പ്രഖ്യാപിച്ചതിനെ കുറിച്ചാണ്, അല്ലെ? ഇന്ന് കേട്ട സുവിശേഷതാണ്.
പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ യേശുവിനെ കുറിച്ച് പല വിധത്തിൽ പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞ് മത്തായി സുവിശേഷം 16-ാമത്തെ അധ്യായം 16-ാം വാക്യം എന്താണ് ഈ പത്രോസ് ലീഗ നടത്തിയ വിശ്വാസ പ്രഖ്യാപനം എന്താണ്? നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ. അങ്ങനെയാണെങ്കിൽ ഈ കൺവെൻഷനിലെ കുർബാനയുടെ ഇടയിൽ വിശ്വാസ പ്രഖ്യാപനം ഒന്ന് നടത്താമോ? പത്രോസിനോട് ചേർന്ന് എല്ലാവരും ഉറക്കെ, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഉറപ്പാണോ? നിങ്ങൾ പത്രോസിനോട് ചേർന്ന് വിശ്വസിക്കുന്നില്ല. ആ വിശ്വാസം ചെയ്ത് പറഞ്ഞ ഉടനെ കർത്താവ് പത്രോസിനെ വിളിച്ച പേരെന്താ? യോനായുടെ പുത്രനായ ശിമിയോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നറിയാം. ആ ശിമിയോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം പാറയെന്നാണോ അച്ഛ? അല്ല. ശിമിയോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നറിയോ? ഇളകുന്ന മണ്ണ്. പത്രോസ് ഇടയ്ക്കിടയ്ക്ക് ഇളകുന്ന മണ്ണായിരുന്നു. ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ ഉടനെ യേശു വിളിച്ചതെന്താ? യോനായുടെ പുത്രനായ ശിമിയോനെ, നീ പാറയാകുന്നു. ഈ പാറമേൽ, വിശ്വാസത്തിന്റെ പാറമേലാണ് ഞാൻ പള്ളി പണിക. ഈ മാമോദിസ കൊടുക്കുമ്പോ തലതൊട്ടത്തിനോടും തലത്തോടും, അല്ലെങ്കിൽ സൈഡിലാവിനും കൊടുക്കുമ്പോ, പട്ടം കൊടുക്കുമ്പോ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കൂടാശികൾ പരിഹാരം ചെയ്യുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ട്. നീ വിശ്വസിച്ചാലേ തലതൊട്ടത്തിനും തലതൊട്ടമിൽ ഈ കുഞ്ഞിനെ മാതാപിതാക്കള് വിശ്വാസം വളർത്തിക്കൊണ്ടുവരാമെന്ന പ്രതിജ്ഞ എടുത്താലേ കുഞ്ഞിന് മാംസം കൊടുക്കുള്ളൂ. സൈഡിലാവിനത്തിൽ ഇത് തന്നെ ചെയ്യുന്നേ. പട്ടം കൊടുക്കുമ്പോഴേ, അച്ഛ മെത്രാനെ, നീ വിശ്വസിച്ചാലേ നിനക്ക് തലയിൽ കൈവയ്ക്കുള്ളൂ. പള്ളി കൂടാശ ചെയ്യുമ്പോ, പള്ളി കണ്ടിരിക്കുന്ന കൂടാശ ചെയ്യണമെങ്കിൽ ജനങ്ങളെല്ലാവരും കൂടി വിശ്വാസ പ്രമാണം ചൊല്ലിയാലേ പള്ളി കൂടാശ ചെയ്യുള്ളൂ. അപ്പോൾ കൂട്ടായ്മ എപ്പോഴാണ് വരുന്ന? വിശ്വാസത്തിലുള്ള കൂട്ടായ്മ. ആ കൂട്ടായ്മയെ കുറിച്ച് വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് എന്താണ്? ഏകമാണ്, പരിശുദ്ധമാണ്, ലൈംഗികമാണ്, സാർവത്രികമാണ്. ആ സഭ ഏതാ? ഉറപ്പാണോ? ഈ സാക്ഷികളാണോ? ഉറപ്പാണോ? വിശ്വസിക്കുന്നുണ്ടോ? അതിൽ ആ കൂട്ടായ്മയിലാണ് നമ്മൾ യേശുവിനെ കണ്ടെത്തേണ്ടത്. മനസ്സിലായോ? വിശ്വസിക്കേണ്ടത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഈ ലക്ഷണങ്ങളുള്ള കൂട്ടായ്മയിലൂടെയാണ് വിശ്വസിക്കേണ്ടത്. സംശയമുണ്ടോ? നാലാമത്, നമ്മുടെ വ്യക്തിജീവിതത്തിന്റെ പ്രാർത്ഥനയിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിന്റെ ഫലങ്ങൾ എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് തന്നെ ചിന്തിക്കാൻ പറയാം. യോഹന്നാന്റെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും, അപ്പോൾ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ വിശ്വാസത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കണം, സഭയോട് ചേർന്ന് നിൽക്കണം. ഈ കൺവെൻഷനിൽ, വിശ്വാസ കൺവെൻഷനിൽ യേശുവിനോട് ചേർന്ന് നിൽക്കാൻ, യേശുവിന്റെ സഭയോട് ചേർന്ന് നിൽക്കാൻ, അപ്പോൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ആ വിശ്വാസത്തിന്റെ ഫലങ്ങൾ ധാരാളം ഉണ്ടാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നമ്മൾ അറിഞ്ഞ, നമ്മൾ അനുഭവിച്ച ആ സുവിശേഷവും നമുക്ക് വേണ്ടിയുള്ളതല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ യുവജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവ് പറഞ്ഞ ആ അതിർത്തികൾ വരെ. അപ്പോസ്തല പ്രവർത്തനം 1:8 എന്താ പറയുന്നത്? നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷ്യം നൽകി. യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കാത്ത ആർക്കെങ്കിലും ക്രിസ്ത്യാനിയായിരിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ഈ കൺവെൻഷനിൽ ഒരു പ്രതിജ്ഞ എടുക്കുക. നിങ്ങൾ യേശുവിനെ അറിയാത്ത, ആഴത്തിൽ അറിയാത്ത, തെറ്റായി അറിഞ്ഞ, യേശുവിനെ ഉപേക്ഷിച്ച, മനസ്സിലായോ? യേശുവിനെ അറിയാത്ത, ആഴത്തിൽ അറിയാത്ത, തെറ്റായി അറിഞ്ഞ, യേശുവിനെ ഉപേക്ഷിച്ച, ഇതുവരെ സഭയെ കുറിച്ചു ആരോടെങ്കിലും
ഒരാളോട് എത്ര നാള് കടച്ച പല ആളോട് പറയാൻ വേണ്ടിയിട്ടുണ്ട്. എത്ര നാള് വേണം? കൺവെൻഷന്റെ ഇടയ്ക്ക് ഒരു മാസം, ഒരു കൊല്ലം, ഒരു മാസം, ഒരാഴ്ച. ഒരാഴ്ച നമ്മൾ വട്ടാഴ്ച പറഞ്ഞത്. ഞാൻ കുറച്ചുകൂടി ജനറസാണ്. വട്ടാഴ്ച ഒരാഴ്ച തന്നിരിക്കുന്നു. ഞാൻ ഒരു മാസം, ഇനി ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു കൊല്ലം വരെയെങ്കിലും കൊടുക്കാം. ആരോടൊക്കെ യേശുവിനെ അറിയാത്ത, യേശുവിനെ ആഴത്തിൽ അറിയാത്ത, യേശുവിനെ തെറ്റായി അറിഞ്ഞ, യേശുവിനെ ഉപേക്ഷിച്ച ഈ 4 വിഭാഗക്കാരെ കുറിച്ച് പറഞ്ഞു. ഇതില് ആരോടെങ്കിലും ഒരാളോട് യേശുവിനെ കുറിച്ച്, യേശുവിന്റെ കത്തോലിക്ക സഭയെ കുറിച്ച് പറയാൻ തയ്യാറുള്ളവര് കൈ ഉയർത്തി മാക്സിമം 3 പ്രാവശ്യം പ്രൈസ് ലോർഡ് പറഞ്ഞേ. അതൊന്ന് ഉറപ്പിച്ചിട്ട് 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞേ. ആ എലിസബത്ത് മാതാവിനെ നോക്കി പറഞ്ഞതുപോലെ ഞാനിത് ചെയ്യാൻ തയ്യാറാണെന്ന് ഉറപ്പോടുകൂടി നമ്മുടെ ഹൃദയത്തിലെ പ്രജ ഞാൻ ഉദരത്തിൽ നിന്ന് പറയുന്നില്ല, ഹൃദയത്തിലെ പ്രജ സന്തോഷത്തെ കുറിച്ചായി പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി മറിയത്തെ നോക്കിയിട്ട് യേശു യേശുവിൽ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ മതിയാണല്ലോ. അപ്പോ ആ മാതാവിനെ നോക്കിയിട്ട് എല്ലാവരും എഴുന്നേറ്റുന്നേ. എന്നിട്ട് മാതാവിനെ നോക്കിയിട്ട് ഈ പറയുന്ന ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 45-ാമത്തെ വാക്യം നിങ്ങൾ എല്ലാവരും മാതാവിനെ നോക്കിയിട്ടൊന്ന് പറയണം. മാതാവ് ഭാഗ്യവതിയാണ്. ഈ കൺവെൻഷനില് നമുക്ക് ഈ കൺവെൻഷൻ ഓർക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പണ്ടത്തെ ഇവിടെ പേഴ്സിനെ കുറിച്ച് ഓർക്കണേ. നമ്മുടെ നെൽസനെ ഒക്കെ എന്റെ മനസ്സിൽ ഇപ്പൊ ഓർമ്മ വരിക. നെൽസനെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്ന വാക്കുകളൊക്കെ എന്റെ മനസ്സിലേക്ക് ഇപ്പോഴും നെൽസന്റെ സൂചിച്ചായിരുന്നു. ഈ 20 വർഷത്തെയൊക്കെ ആണല്ലോ എന്റെ മനസ്സിൽ അവരുടെ വാക്കുകളൊക്കെയാണ് ഇപ്പൊ ഓർമ്മ വരുന്നത്. അവനും ഇതുപോലെയൊക്കെ പറയാനും ചെയ്യാൻ. അപ്പൊ ആ നിലയ്ക്ക് ഒന്ന് മാതാവിനെ നോക്കിയിട്ട് നമ്മള് മാതാവ് ഭാഗ്യവതിയാണെങ്കിൽ നമ്മളും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാകണം എന്ന് പറഞ്ഞോണ്ട് ആരാണ് ഈ നിൽക്കുന്ന എല്ലാവരും ഭാഗ്യവാനാകണം, ഭാഗ്യവതിയാകണം. അതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും നല്ല പ്രകടനം. ഒന്ന് ഏറ്റു പറയാം. ഓർക്കെ കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവർ ഭാഗ്യവതി. ഇനി നിങ്ങൾ തന്നെ ഒന്ന് ആവർത്തിക്കേ. ഇനി അത് മാക്സിമം ശബ്ദത്തില് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ